പ്രിയ വിദ്യാർത്ഥികളെ, +1 ബിസിനസ് സ്റ്റഡീസിലെ 11ാമത്തെ അധ്യായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഇൻട്രിപ്പോർട്ട് ഇവയാണുള്ള ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗങ്ങൾ. അന്നേരം ഇവയുടെ പ്രാധാന്യം എന്ത്? ഒരു രാജ്യത്ത് ഇന്റർനാഷണൽ ബിസിനസ്സിനെ എന്തിനാണ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം. രണ്ടായിട്ട് തിരിക്കുക അതിനെ. ബെനിഫിറ്റ് ടു കൺട്രി, ബെനിഫിറ്റ് ടു ദ ഫെയിം. രാജ്യത്തിനുള്ള നേട്ടം എന്ത്? ബിസിനസ് സ്ഥാപനങ്ങൾക്കുള്ള നേട്ടമുണ്ട്. ആദ്യമേ ഇന്റർനാഷണൽ ബിസിനസ് വഴി രാജ്യത്തിനുള്ള നേട്ടം എന്താണെന്ന് പഠിക്കാം. നമ്പർ 1, ഏണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നമുക്ക് വിദേശ നാണ്യശേഖരം, വിദേശ നാണ്യം, വിദേശ കറൻസി നമുക്ക് ആവശ്യമുണ്ട്. എക്സ്റ്റേണൽ ട്രേഡ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഈ എക്സ്റ്റേണൽ ട്രേഡ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദ ഇന്റർനാഷണൽ ബിസിനസ് ഹെൽപ്സ് ഇൻ ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ എക്സ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സ് കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് പണം കിട്ടുന്നത് വിദേശ കറൻസിയിലാണ് കിട്ടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വിദേശ കറൻസി അച്ചടിക്കാൻ പറ്റില്ലല്ലോ. അന്നേരം വിദേശ കറൻസി നേടിയെടുക്കണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ദിസ് ഫോറിൻ എക്സ്ചേഞ്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി ഇമ്പോർട്ട് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. നമ്മൾക്ക് ക്രൂഡ് ഓയിൽ പോലെയുള്ള മറ്റ് പല മിഷനറി പോലെയുള്ള എസെൻഷ്യൽ കമ്മോഡിറ്റീസ് പലതും രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ വിദേശ കറൻസി കൊടുക്കണം. വിദേശ കറൻസി കൊടുക്കണമെങ്കിൽ അത് നേടിയെടുക്കണമല്ലോ. അത് നേടിയെടുക്കണമെങ്കിൽ എക്സ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി. അതുകൊണ്ട് രാജ്യത്തെ സംബന്ധിച്ച് ഈ വിദേശ കറൻസി നേടിയെടുക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് കൂടുതലും എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്പർ 2, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മൾക്ക് ഉള്ള റിസോഴ്സസ് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാൻ ഇന്റർനാഷണൽ ബിസിനസ് സഹായിക്കും. എക്സ്റ്റേണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഈ എക്സ്റ്റേണൽ ട്രേഡ് വഴി ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ സാധ്യമാവുകയാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കാർഷിക മേഖലയിൽ വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് വളരെ യങ് ജനറേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അന്നേരം അതുപോലെയുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതേസമയം ഗൾഫ് കൺട്രീസിനെ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അവർ പെട്രോളിയം, ക്രൂഡ് ഓയിൽ അങ്ങനത്തെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം. അന്നേരം ഓരോ രാജ്യവും ഓരോ മേഖലയിലാണ് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്നത്. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ഗിഫ്റ്റഡ് ബൈ നേച്ചർ വിത്ത് ഡിഫറെൻറ്റ് റിസോഴ്സസ്. ഓരോ രാജ്യത്തിനും പ്രകൃതി ഓരോ തരത്തിലുള്ള റിസോഴ്സസ് ആണ് കനിഞ്ഞ് അനുഗ്രഹിച്ചേക്കുന്നത്. ത്രൂ എക്സ്റ്റേണൽ ട്രേഡ് എവറി കൺട്രി ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദോസ് പ്രോഡക്ട്സ് വിച്ച് ഇറ്റ് ക്യാൻ മാനുഫാക്ചർ മോസ്റ്റ് എക്കണോമിക്കലി. ഏറ്റവും ചെലവ് കുറഞ്ഞ് ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഗൾഫ് കൺട്രീസിന് ഉദാഹരണത്തിന് അവിടെ ഓയിൽ ഡ്രിൽ ചെയ്തെടുക്കണം ഏറ്റവും എളുപ്പമാണ്. കാരണം അതേസമയം ഇന്ത്യയിൽ ഓയിൽ എത്ര ഡ്രിൽ ചെയ്താലും എത്ര ആഴത്തിൽ കുഴിച്ചെടുത്താലും കിലോമീറ്ററുകളോളം ഡ്രിൽ ചെയ്താലും ചിലപ്പോൾ ഓയിൽ കിട്ടിയെന്നിരിക്കില്ല. അതേസമയം ഗൾഫ് കൺട്രീസിൽ എവിടെയും അത് സുലഭമായിട്ട് കിട്ടും. അന്നേരം അവർ ആ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇന്ത്യക്കാർ കാർഷിക മേഖലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസത്തിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തികമായിട്ട് നല്ലത്. ഇറ്റ് നീഡ് ടു സ്പെൻഡ് ഹ്യൂജ് മണി ഫോർ പ്രൊഡ്യൂസിങ് It need not spend huge money for producing goods which can be easily imported at a lower cost. നമ്മൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെലവ് കൂടുതലാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് ലോ കോസ്റ്റിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇവിടെ സുലഭമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോ രാജ്യവും ഓരോ പർട്ടിക്കുലർ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ഈ ഇന്റർനാഷണൽ ബിസിനസ് സഹായിക്കും. എക്സാമ്പിൾ, ഇന്ത്യ ക്യാൻ പ്രൊഡ്യൂസ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ ഗൾഫ് കൺട്രീസ്. ഇന്ത്യക്ക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റായ ടിയോ അല്ലെങ്കിൽ കാർഡമം അല്ലെങ്കിൽ റബ്ബർ ഇവയൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ്, ഗൾഫ് കൺട്രീസ് ക്യാൻ പ്രൊഡ്യൂസ് പെട്രോളിയം പ്രോഡക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ ഇന്ത്യ. അതേസമയം ഗൾഫ് കൺട്രീസിന് പെട്രോളിയം പ്രോഡക്റ്റ് അല്ലെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ എണ്ണ ഡ്രിൽ ചെയ്തെടുക്കുന്നതൊക്കെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അവർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇന്ത്യക്കാർ ഏലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ
ഈ പറയുന്ന ടീ പൗഡറിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കൺട്രീസ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യട്ടെ, അതേപോലെ ഗൾഫ് കൺട്രീസിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇമ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഓയിൽ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ചിലവ് കൂടുതലാണ്. അതിലും ചിലവ് കുറഞ്ഞ് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളുടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. സച്ച് സ്പെഷ്യലൈസേഷൻ റിസൾട്ട്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് കൺട്രീസ് റിസോഴ്സസ്. എന്നാൽ ഇതെല്ലാം ഇന്റർനാഷണൽ ബിസിനസ് വഴിയാണ് സാധ്യമാകുന്നത്. എല്ലാം നമ്മൾ അതിർത്തി കെട്ടി അടച്ചേക്കുവാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ കണ്ടെത്തേണ്ടി വരും. അന്നേരം ചിലതിന് വളരെയധികം കോസ്റ്റ് കൂടുതൽ വരും. അന്നേരം മോസ്റ്റ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റും ഇന്റർനാഷണൽ ബിസിനസ് വഴി. കാരണം ഇന്ത്യയിൽ പല മിഷനറിയും ലഭ്യമല്ലെങ്കിലും വിദേശത്ത് ലഭ്യമാണ്. അന്നേരം നമ്മളത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം ലഭ്യമാകും. ഫോറിൻ ട്രേഡ് ഹെൽപ്സ് ഇൻ റേസിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് എ കൺട്രി ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇപ്പോൾ കുറേ നാൾ മുമ്പ് നമുക്ക് ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് മിഷനറി ഒന്നും ഇപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതെല്ലാം ഇമ്പോർട്ടീവാണ്. ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് മിഷനറി ഇന്ത്യയിൽ ഇല്ല എന്ന് കരുതുക, നമുക്കത് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായേനെ. അതേസമയം വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കിവിടെ ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കാൻ വളരെയധികം സൗകര്യമായില്ലേ. അന്നേരം ഇതുപോലെയുള്ള പല മിഷനറിയുടെയും ഇമ്പോർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരാൻ സാധിക്കും. മൊബൈൽ ഫോൺ, നമുക്ക് ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല, പോലും വിദേശത്ത് നിന്ന് കിട്ടും. അന്നേരം നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താൻ പറ്റും ഇന്റർനാഷണൽ ബിസിനസ് വഴി. അടുത്ത പ്രൈസ് സ്റ്റെബിലൈസേഷൻ. ഇതൊരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സ്റ്റേണൽ ട്രേഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ സ്റ്റെബിലൈസിങ് പ്രൈസസ്. പ്രൈസസ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇന്റർനാഷണൽ ബിസിനസ്. ഒരു കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളിക്ക് 1 കിലോ ഉള്ളിക്ക് 250 രൂപ വരെ വില വന്നു. എന്നിട്ട് ഇത് എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റി? എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കൃഷി നശിച്ചുപോയി. വെള്ളം കയറിയോ, കാലാവസ്ഥ പ്രതികൂലമായപ്പോഴോ വിളവ് കുറവായിപ്പോയി. അന്നേരം ഇവിടെ ഷോർട്ടേജ് വന്നു. ഷോർട്ടേജ് വരുമ്പോൾ ഈ ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ വില കയറിപ്പോവും. അപ്പോൾ ഇതിനൊരു മാർഗം എന്താ? സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ്. സപ്ലൈ കൂട്ടാൻ എന്ത് ചെയ്യണം? വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ 250 രൂപയെന്ന് ഈ സവോളയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ വില 60ലേക്കും 70ലേക്കും എത്തിക്കാൻ പറ്റി. അന്നേരം പ്രൈസ് സ്റ്റെബിലൈസേഷൻ നടത്താൻ ഇന്റർനാഷണൽ ബിസിനസ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇവിടെ ഇപ്പം സവോളയ്ക്ക് ഒരു സമയത്ത് വില 5 രൂപ 4 രൂപയൊക്കെ വില താന്നു പോകും. അങ്ങനെ അതിൻ്റെ കാരണം എന്താ? ഇവിടെ സപ്ലൈ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിലെ ഈ സവോള ഇവിടുന്ന് കയറ്റി അയക്കണം. അങ്ങനെ വില ഉയർത്താൻ പറ്റും. അന്നേരം ഒരു ന്യായമായ വില എപ്പോഴും കിട്ടത്തക്ക രീതിയിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ഇമ്പോർട്ട് വഴി എക്സ്പോർട്ട് വഴി അത് സാധിക്കും. ഇഫ് ദ പ്രൈസ് ഓഫ് എനി കമ്മോഡിറ്റി ടെൻഡ് ടു ഇൻക്രീസ് ഡ്യൂ ടു ഷോർട്ട് സപ്ലൈ കുറവ് മൂലം വില കയറുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദ കൺട്രി ക്യാൻ ഇമ്പോർട്ട് സച്ച് ഗുഡ്സ് ടു കൺട്രോൾ പ്രൈസ്. കൺട്രിക്ക് ആ ഗുഡ്സ്, രാജ്യത്തിന് ആ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സിമിലർലി എക്സസ് ഔട്ട്പുട്ട് ക്യാൻ ബി എക്സ്പോർട്ടഡ് ടു അവോയ്ഡ് ഷാർപ്പ് ഫാൾ ഇൻ പ്രൈസസ്. നമുക്ക് സപ്ലൈ കൂടുതലാണ്, എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. എക്സ്റ്റേണൽ ട്രേഡ് ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. എക്സ്റ്റേണൽ ട്രേഡ് വഴി നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നു. ഇറ്റ് ആക്സിലറേറ്റ് ദ എക്കണോമിക് ഗ്രോത്ത്. അങ്ങനെ നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടുന്നു. ആൻഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് എ കൺട്രി. ഇവിടെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നു. കാരണം എക്സ്പോർട്ട് കൂടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ കൂടുന്നു. അതിനൊക്കെ ആളെ വേണ്ടി വരും. അത് എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലയിലും ആളുകളെ ആവശ്യം വരും. അങ്ങനെ പൊതുവായിട്ട് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം എക്സ്പോർട്ട് ട്രേഡിൻ്റെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഒരു പ്രാധാന്യമാണ് കാണിക്കുന്നത്, രാജ്യത്തിനുള്ള നേട്ടങ്ങൾ. ഇനി അടുത്തത്, ആ ബിസിനസ് സ്ഥാപനത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ വഴി ഉണ്ട് ഇന്റർനാഷണൽ ബിസിനസ് വഴി? നമ്പർ 1, പ്രോസ്പെക്ട്സ് ഫോർ ഹയർ പ്രോഫിറ്റ്. ലാഭം കൂടുക എന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. വെൻ പ്രൈസസ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ് ആർ ലോ ഡ്യൂ ടു ഹൈ കോമ്പറ്റീഷൻ ഓർ ലിമിറ്റഡ് ഡിമാൻഡ്, ഫേംസ് മേ ഏൺ സ്മോളർ മാർജിൻ. ഇപ്പോൾ ഒരു രാജ്യത്ത് തന്നെയാണ് ആ ബിസിനസ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഇവിടെ ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. അതുകൊണ്ട് അതിനധികം ലാഭം എടുക്കാൻ പറ്റില്ല. മാർജിൻ കുറവ് ഇട്ടായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. ഹൗവർ, ബൈ സെല്ലിംഗ് ദ സെയിം പ്രോഡക്ട്സ് ഇൻ ഫോറിൻ കൺട്രീസ് വേർ പ്രൈസസ് ആർ ഹയർ ഓർ ഡിമാൻഡ് ഈസ് സ്ട്രോങ്ങർ, ബിസിനസ് ക്യാൻ ചാർജ് പ്രീമിയം റേറ്റ്സ് ആൻഡ് ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ് മാർജിൻ.
അതേസമയം ഈ സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പ്രീമിയം റേറ്റ് ഇടാൻ പറ്റും. ഇവിടുത്തെ ഇരട്ടി വിലയിട്ടാലും അവിടെ പ്രോഡക്റ്റ് വിറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് വളരെയധികം ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുകയാണ്. നമ്പർ 2, increased capacity utilization. It helps the firm in using their surplus production capacities and improving the profitability of their operations. ചിലപ്പോൾ ഒരു കമ്പനിക്ക് 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കാം, പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ 70,000 യൂണിറ്റ് വിൽക്കാനുള്ള മാർക്കറ്റേ ഉള്ളെന്ന് കരുതുക. അപ്പോൾ 70,000 യൂണിറ്റിലേക്ക് പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്തേക്കുക. 1,00,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മെഷീനറി ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ബാക്കി സംവിധാനങ്ങളുണ്ട്, പക്ഷേ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ 70ലേക്ക് ലിമിറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ വിദേശ മാർക്കറ്റിനെ പറ്റി ചിന്തിക്കുന്നത് അവിടെ സാധ്യത വരുന്നു. നമ്മളുടെ കപ്പാസിറ്റി 1,00,000ത്തിലേക്ക് ഉയർത്തി ആ പ്രോഡക്റ്റ് നല്ല ലാഭത്തിൽ വിൽക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വരുന്നു. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ കൂടുന്തോറും പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അടുത്തത് prospects for higher growth. It helps the firm in improving their growth prospect by creating demand for their products in foreign countries. ഗ്രോത്തിനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്നു. കാരണം ഇന്ത്യയിലെ മാർക്കറ്റ് മാത്രമല്ല, ഇപ്പം വിദേശ വിപണിയും കൂടെ നമുക്ക് ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോത്തിനുള്ള സാധ്യത കൂടുന്നു. Way out to intense competition in domestic market. External trade enhances competition, which compels the domestic firm to improve technology, production process, and the quality of products. External trade enhances competition. External trade വഴി കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു. which compels domestic firm. അത് നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങൾക്ക് to improve കമ്പൽ ചെയ്യുന്നു, അവരെ നിർബന്ധിക്കുന്നു. എന്തിനു നിർബന്ധിക്കുന്നു? ടു ഇംപ്രൂവ് ടെക്നോളജി. നമ്മൾ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യണം, പ്രൊഡക്ഷൻ പ്രോസസ്സ് അപ്ഗ്രേഡ് ചെയ്യണം, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും, നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഔട്ടായി പോകും. നേരത്തെ അംബാസിഡറും ഫിയറ്റ് കാറും മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്ന് ഹോണ്ടയും ഹുണ്ടായും ജനറൽ മോട്ടോഴ്സും എല്ലാം ടൊയോട്ടയൊക്കെ ഇന്ത്യയിലേക്ക് വന്നത്. അതുവഴി അതിനെ കോമ്പീറ്റ് ചെയ്ത മാരുതി മാത്രം ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട്. ബാക്കി അംബാസിഡർ പുറത്തായി, അംബാസിഡർ ഔട്ടായിപ്പോയി, ആ പ്ലാന്റ് തന്നെ പൂട്ടി. അന്നേരം ഈ ഇന്റർനാഷണൽ ബിസിനസ് വഴി നമ്മൾ കൂടുതൽ കോമ്പീറ്റ് ആകാൻ ഉള്ളൊരു സാധ്യത തെളിയുന്നു. ലാസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് ബിസിനസ് വിഷൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇംപ്രൂവ് ചെയ്യുന്നു. മെനി കമ്പനീസ് എക്സ്പാൻഡ് ടു ഇന്റർനാഷണൽ ബിസിനസ് ആസ് പാർട്ട് ഓഫ് ദെയർ ലോങ് ടേം പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജി. ഷോർട്ട് ടൈമിൽ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യുക, ലോങ് ടൈമിൽ വിദേശ മാർക്കറ്റും കൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. ആ ഒരു സ്ട്രാറ്റജി ഇന്ത്യൻ ബിസിനസ്സുകാർ ഡെവലപ്പ് ചെയ്യുന്നു. ദേ വാണ്ട് ടു ഗ്രോ ബിയോണ്ട് ദർ ഹോം കൺട്രി ആൻഡ് ബിക്കം സ്ട്രോങ്ങർ ഇൻ ദി ഗ്ലോബൽ മാർക്കറ്റ്. അവർ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് മാത്രം നിലനിൽക്കാതെ, മീൻസ് അതിൽ മാത്രം ലക്ഷ്യം വയ്ക്കാതെ വിദേശ വിപണിയും കൂടെ ലക്ഷ്യം വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. കമ്പനീസ് ഗോ ഇന്റർനാഷണൽ ടു ഗ്രോ ബിഗർ, stay competitive and achieve long-term success. Companies go international. അന്തർദേശീയ തലത്തിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഗ്രോ ബിഗർ, അവർ വളരുന്നു കൂടുതൽ. സ്റ്റേ കോമ്പറ്റീറ്റീവ്, കൂടുതൽ കോമ്പീറ്റ് ചെയ്ത് അതിനുള്ള ആർജവം നേടുന്നു. അച്ചീവ് ലോങ് ടേം സക്സസ്, ദീർഘകാല ലക്ഷ്യങ്ങൾ അവർ നേടുന്നു. ഇതെല്ലാം ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളാണ് ഇന്റർനാഷണൽ ബിസിനസ് വഴി. മൊത്തത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്റർനാഷണൽ ബിസിനസ് രാജ്യത്തിനും നേട്ടമാണ്, കമ്പനികൾക്ക് നേട്ടമാണ്. അന്നേരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ടതാണ്, പഠിക്കുക.